വർഷം 10 പിന്നിട്ടു. ഭാസ്കരൻ ആറ്റുകാലമ്മയ്ക്ക് സമക്ഷം ഭക്തരെ എത്തിക്കാൻ തുടങ്ങിയിട്ട്. ഭക്തിയോടൊപ്പം സ്നേഹത്തിൻ്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മ കൂടിയാണ് തിരൂരിൽ നിന്ന് പുറപ്പെടുന്ന ഈ യാത്ര. നമ്മൾ ആറ്റുകാലമ്മ നമ്മളെ അനുഗ്രഹിക്കുന്ന ഓരോരുത്തർ വരും. ഞാൻ ആദ്യം ഒരു ബസ്സിന് പോകണമെന്ന് വിചാരിച്ചു. പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്ന് വിളിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടാമത് ബസ് ഇട്ടു. അങ്ങനെ 2 ബസ് ആളായിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത്. കഴിഞ്ഞ ഒരുവിധം വർഷവും 2 ബസ് തന്നെ ആളുണ്ടാവുക. ഈ ടീം തന്നെയാണ് സ്ഥിരം നമ്മൾ കൂടെ വരിക. പിന്നെ പുതിയതായിട്ട് ഒരു 10-20 പേര് അതിൽ വന്ന് ചേരും. വർഷങ്ങൾ നീണ്ട ആഗ്രഹവും കാത്തിരിപ്പുമൊക്കെയാണ് പലർക്കും ആറ്റുകാൽ പൊങ്കാല സമർപ്പണം. അത് സഫലമായതിൻ്റെ നിർവൃതിയിലാണ് പലരും. ചെറിയ മോന് ഒരു 4 വയസ്സായപ്പോൾ മുതലാണ് ഞാൻ ഇടാൻ പോകുന്നത്. 1 വർഷം മോനെയും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് തന്നെ 5 വർഷം ഇട്ട് പിന്നെ 1 വർഷം നിന്ന് പിന്നെയും വീണ്ടും. നല്ല ഒരു അനുഭവമാണ്. എല്ലാവരും ഒരു കുടുംബം പോലെയാണ്. ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ നല്ല രീതിയിൽ പോയി വരും. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. തമ്മിൽ സഹകരിക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. ഇത്തവണ ആദ്യമായി സംഘത്തോടൊപ്പം ചേർന്നവരുമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. പിന്നെ ഭാസ്കരേട്ടൻ്റെ ആയതുകൊണ്ടാണ് പോണത്. ദേവീനെ കാണാനും പൊങ്കാലിടാനൊക്കെ ഉള്ള ആ സന്തോഷം മനസ്സിലിങ്ങനെ തുളുമ്പി നിൽക്കുന്നുണ്ട്. ഇനി അനുഭവം എന്താണെന്നുള്ളത് അവിടെ പോയി വന്നിട്ട് നമുക്ക് പറയാനറിയുള്ളൂ. ആറ്റുകാൽ പൊങ്കാല ആദ്യമായിട്ട് ഇടുന്നതിനെ കൊണ്ട് അതിൻ്റെ അനുഭവങ്ങളൊന്നുമല്ല, കണ്ടിട്ട് TV-ലൊക്കെ കണ്ട പരിചയം എന്നല്ലാതെ ആദ്യമായിട്ട് നമ്മൾ പോകുന്നു. ഈ യാത്ര ഇതുപോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകണമെന്നാണ് ഏവരുടെയും ആഗ്രഹം. ഓരോ വർഷവും ഇനിയും കൂടുതൽ ആളുകൾ എത്തണം. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല ഒരാഗ്രഹം മനസ്സിൽ വരും. എങ്ങനെയെങ്കിലും ദേവി ഞങ്ങളോട് എത്തിച്ചു തരും. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് തന്നെ ഞങ്ങൾ നല്ല സൗഹൃദത്തോടു കൂടി ഇപ്പോൾ വരുന്നതും അതേപോലെ തന്നെ അടുത്ത കൊല്ലം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി കഴിയട്ടെ, എല്ലാവരും പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ആറ്റുകാലമ്മയ്ക്ക് സർവ്വതും സമർപ്പിക്കാനുള്ള യാത്ര. ഒത്തുചേരലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കൂടെ സന്ദേശമാണ് ഇവർ നൽകുന്നത്. പ്രജോഷ് കുമാറിനൊപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.